400 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് അവിടെ ബി.ജെ.പി. സഹകരണ സെല്ലിന്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കുകയാണ്. ആ മുദ്രാവാക്യങ്ങളിൽ കേട്ട ഒരു കാര്യം, ഇനിയൊരു 11ാമത്തെ ആത്മഹത്യ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്നാണ് വിവരങ്ങൾ. നീലിമ, ഈ കോടികളുടെ തട്ടിപ്പാണ് തൃശൂർ ഇരിഞ്ഞാലക്കുടയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, നിരവധി ആളുകളാണ് അത്തരത്തിൽ ഈ സമയത്തിന് ബാങ്കിൽ നിന്ന് പൈസ കിട്ടാതെയും മറ്റും മാനസികമായിട്ടുള്ള പ്രശ്നം മൂലവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണങ്ങൾ നടന്നിട്ടുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്തായാലും ഇപ്പോൾ സമരം നടത്തുന്നത്. നിക്ഷേപകർക്ക് അവരുടെ തുക തിരിച്ചു നൽകണം എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത്തരത്തിൽ തട്ടിപ്പ് നടന്ന ആളുകളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനുള്ള സമരങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ സമരം കടുപ്പിക്കാനുള്ള തീരുമാനവുമായി ബി.ജെ.പി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു വീട്ടമ്മ, ജയ്ഷ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കോടതിയെ സമീപിച്ചുകൊണ്ട് അവരെടുക്കാത്ത ലോണിന്റെ പേരിൽ ഈ ബാങ്ക് നോട്ടീസ് നൽകുകയും 5 ലക്ഷത്തിന് പകരം 35 ലക്ഷം എടുത്തു എന്ന് പരാതിയുമായി അവർ സമീപിച്ചിരുന്നു. തുടർന്ന് കോടതിയിൽ നിന്ന് തന്നെ ഈ മുൻ ബാങ്ക് മാനേജർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. എന്തായാലും അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സമരം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി എത്തിയിട്ടുള്ളത്. കരുവന്നൂർ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുത്തൂർ സഹകരണ ബാങ്കിന് മുൻപിലും ഇത്തരത്തിൽ ബി.ജെ.പിയുടെ ഒരു സമരം നടത്തിയിരുന്നു. ഇത്തരത്തിൽ നിക്ഷേപകർക്ക് അവരുടെ തുക തിരിച്ചു നൽകാതെ വഞ്ചിക്കുന്ന ഈ ബാങ്ക് നേതൃത്വത്തിനെതിരെയും മുൻ ബാങ്ക് നേതൃത്വത്തിനെതിരെയും കടുത്ത സമരം പുത്തൂർ സഹകരണ ബാങ്കിലും കഴിഞ്ഞ ദിവസം ബി.ജെ.പി നടത്തിയിരുന്നു. എന്തായാലും ഈ കരുവന്നൂരിലെ സമരം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ബി.ജെ.പി. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥലമുടമ അറിയാതെ 35 ലക്ഷം രൂപ വായ്പ എടുത്തു എന്ന പരാതിയിൽ മുൻ ബാങ്ക് മാനേജർക്കെതിരെ കേസെടുക്കാനാണ് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിട്ടുണ്ടെന്ന്. 5 ലക്ഷം രൂപ മാത്രം വായ്പ എടുത്ത് ഈ ഉടമ അറിയാതെ ഈ ആധാരത്തിന്മേൽ മുൻ ബാങ്ക് മാനേജർ 35 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. അതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. വേണ്ട വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളാനും പോലീസ് തയ്യാറായില്ല എന്ന് തന്നെ ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ജയ്ഷ ഒരു പരാതി നൽകുകയും ഇരിഞ്ഞാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അത്തരത്തിലൊരു നടപടി ബാങ്ക് മാനേജറായിട്ടുള്ള കരീമിനെതിരെ കേസെടുക്കാനുള്ള ഉത്തരവിട്ടത്. എന്തായാലും ഈ ബി.ജെ.പി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കൊള്ളക്കെതിരെയുള്ള സമരം കടുപ്പിക്കുകയാണ്. ബാങ്കിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലിമ, കരുവന്നൂരിൽ സമരം കടുപ്പിക്കുകയാണ് ബി.ജെ.പി. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.